ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ആദരവോടെ കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഊഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഊഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. ഈ ആരാധനയിൽ നമ്മുടെ ഹൃദയത്തിൽ നാം നിറയ്ക്കേണ്ട ഒരു ചിന്ത, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പല മനുഷ്യരുടെ പല പ്രവൃത്തികളെക്കാൾ ശ്രേഷ്ഠമായിട്ട് വരും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ദൈവം ഒന്ന് പ്രവർത്തിച്ചാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ വരും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വചനഭാഗം എടുക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വചനഭാഗം. പുറപ്പാട് 14-ാം അധ്യായം 10 മുതൽ. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. വലിയ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുറപ്പാട് 14-ന്റെ 10 മുതൽ 14 വരെയുള്ള വചനഭാഗം. ഇസ്രായേൽക്കാർ അന്നായിരുന്ന ആ ഒരവസ്ഥയിലൊന്നും നമ്മൾ ഇന്ന് ജീവിക്കുന്നവരല്ല. എന്ന് പറഞ്ഞാൽ അത്ര വലിയ
ദുരിതമോ വധഭീഷണിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിടുന്നവരല്ല. എന്നിട്ട് പോലും വേണ്ടതുപോലെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോഷുവയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനസമുദ്രം അവരെല്ലാവരോടെ ചേർന്ന് വധിച്ച വ്യക്തികളെക്കാൾ കൂടുതൽ ആളുകളെ ദൈവം കൺമഴ പെയ്യിച്ച് വധിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് പ്രവർത്തനങ്ങളെക്കാൾ ശക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 10-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മക്കബീയുസിനെതിരെ വന്ന തിമോത്തയോസ്, അവൻ്റെ കൂലിപ്പട, അവർ എണ്ണത്തിൽ വലുതായിരുന്നു. പക്ഷേ മക്കബീയൂസ് ചെയ്തത്, അവൻ്റെ അനുചരന്മാർ ചെയ്തത്, കർത്താവിനോട് ഹൃദയം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ദൈവം അവർക്ക് പ്രത്യക്ഷ സഹായം നൽകുന്നത് കാണാൻ പറ്റും. ദൈവത്തോട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം പ്രത്യക്ഷ സഹായം ലഭിക്കും. ഇത് 2 മക്കബായർ 10-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന്
ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്നത്. വിശ്വാസത്തോടെ അവിടുത്തെ പക്കലേക്ക് നമ്മുടെ ജീവിതം ഉയർത്തി ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി കാണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേദനിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങളെ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. കടബാധ്യതകളാൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്കായി ഉണർന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലിരുന്ന് സ്വസ്ഥമായി ദൈവസാന്നിധ്യം നമുക്ക് ആസ്വദിക്കാം. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം നമുക്ക് ഫലമേൽപ്പിക്കാം. സമ്പൂർണമായൊരു സമർപ്പണം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ ദൈവം നമ്മെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും. അതിശക്തമായി ദൈവം നമുക്കായി പ്രവർത്തിക്കും. ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവസ്വരം കേൾക്കാം. ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കാം. തിരുത്തേണ്ടത് തിരുത്തുവാനുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ അവർ ഉണങ്ങിപ്പോകും. 7-ാമത്തെ വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റ് തീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് വേനൽക്കാലത്തെ അതിന് ഭയപ്പെടേണ്ടതില്ല. ദൈവാശ്രയത്വമുള്ളവരുടെ ഒരു നേട്ടം ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 15:5 നമ്മൾ കാണുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ 7-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുന്നവരും ഞാൻ നിങ്ങളിൽ വസിക്കുന്ന അവസ്ഥയുള്ളവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ലഭിക്കും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ വിശ്വാസക്കുറവ്, വിശുദ്ധിയുടെ കുറവ്, പ്രാർത്ഥനയുടെ കുറവ്, ദൈവാശ്രയത്വത്തിൻ്റെ കുറവ്, നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഉപേക്ഷ വരുത്തുന്നത്, അലസരായിട്ട് നമ്മൾ കഴിയുന്നത്, ദൈവവചനം വിലക്കുന്ന പലതിലേക്ക് നമ്മൾ പോകുന്നത്, ദൈവവചനം നിഷ്കർഷിക്കുന്ന പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കാറുള്ള കാര്യങ്ങൾ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണമേ.
ഞങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നൽകുന്ന അനുതാപത്തിൻ്റെ കൃപ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഴിയൊന്ന് നനഞ്ഞാൽ, ഒരു തുള്ളി കണ്ണീര്, അനുതാപത്തിൻ്റെ കണ്ണീര് വീണാൽ കർത്താവ് അതിന് പ്രത്യുത്തരം നൽകാതിരിക്കില്ല. ദൈവത്തിൻ്റെ കരളലിയും നമ്മുടെ കണ്ണ് നിറയുന്നത് കണ്ട ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എൻ്റെ തെറ്റുകൾ, വീഴ്ചകൾ, പാപങ്ങൾ, അവയ്ക്ക് ഞാൻ അനുതാപത്തോടെ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, നീറുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാൻ എൻ്റെ അവസ്ഥകൾ സമർപ്പിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എന്നെ കാണണമേ, എന്നെ സഹായിക്കാൻ എഴുന്നള്ളി വരണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. ആകെ തളർന്നൊരു പാപിയെനിക്കിന്ന് അങ്ങല്ലാതാരുണ്ട ഭയം. ആകെ തളർന്നൊരു പാപിയെനിക്കിന്ന് അങ്ങല്ലാതാരുണ്ട ഭയം. എല്ലാരും തള്ളിയ പാപിയെനിക്കിന്ന് നല്ലൊരു വാക്കായി നീ വരണേ. എല്ലാരും തള്ളിയ പാപിയെനിക്കിന്ന് നല്ലൊരു വാക്കായി നീ വരണേ. മിഴിനീരനുതാപതൈലം മഴ പോലെയുതിരുന്നു ഹൃദയം. മനസ്സറിവോടെ പിഴ ചെയ്തു പോയി ഞാൻ. മനസ്സാകുമോ നാഥ ക്ഷമിച്ചിടുവാൻ. കർത്താവേ, കനിവോടെ നോക്കേണമേ. കണ്ണീരു തൂകി ഞാൻ തളർന്നിരിപ്പൂ. കർത്താവേ, കനിവോടെ നോക്കേണമേ. കണ്ണീരു തൂകി ഞാൻ തളർന്നിരിപ്പൂ. ഈശോയുടെ മുമ്പിൽ ശിരസ് നമിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണാൻ നമുക്കും പറ്റട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. 1 സാമുവേൽ 18-14 നമ്മോട് സംസാരിക്കുന്നത് ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ദാവീദ് പോയിടത്തെല്ലാം ദൈവമായ കർത്താവ് അവനോട് കൂടെ പോയി. അതവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ സംരംഭങ്ങളും വിജയിക്കുന്നതിന് കാരണമായി. ഉൽപ്പത്തി 39 ആദ്യ വചനങ്ങൾ. പഴയ നിയമത്തിലെ ജോസഫിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു, അത് ഫലമണിഞ്ഞു. ഈ ദൈവാനുഗ്രഹം ഇതാണ് നമുക്കും വേണ്ടത്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. 2 സാമുവേൽ 12:7 വായിക്കുമ്പോൾ, സാവൂളിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ചത് ദൈവമാണ്. പല പ്രാവശ്യം മരണവക്കിലെത്തി നിന്ന ദാവീദ്, അവനെ ദൈവം പ്രത്യേകമാം വിധം സംരക്ഷിച്ചു. അതുപോലൊരു സംരക്ഷണം, ദൈവിക സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2 മക്കബായർ 15-ാം അധ്യായത്തിൽ
നിക്കാനോറിനെ തോൽപ്പിക്കുന്ന മക്കബേസ്, യൂദാസ് മക്കബേസിനെ നമുക്ക് കാണാൻ പറ്റും. നിക്കാനോറിനെ തോൽപ്പിക്കാൻ ദൈവമാണ് അവർക്ക് പ്രത്യക്ഷ സഹായം നൽകിയത്. കർത്താവിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായിരുന്നു. കാരണം ഇവർ പ്രാർത്ഥിച്ചത് ജീവിക്കുന്ന ദൈവത്തോടാണ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. സെന്നക്കെരുവിൻ്റെ പാളയത്തിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ വന്ന് ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ വധിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശക്തിയിലും കഴിവിലും നമ്മൾ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നവരായിട്ട് മാറണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. 2 രാജാക്കന്മാർ 6ഉം 7ഉം അധ്യായങ്ങൾ വായിച്ചാൽ സിറിയക്കാരിൽ നിന്നും ഇസ്രായേൽക്കാരെ ദൈവം രക്ഷിച്ചത് എപ്രകാരമാണ്. ഇസ്രായേൽ ജനം വെള്ളം പോലും കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഒരു സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്തത് സിറിയക്കാരെ വലിയ ഒരു സൈന്യത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചു. അത് കേട്ട് ഭയപ്പെട്ട് കൈവശമുണ്ടായിരുന്ന സകല ഭക്ഷണ സാധനങ്ങളും ഇട്ടിട്ട് സിറിയക്കാർ രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. അവിടെ സൈന്യം വന്നിട്ടൊന്നുമല്ല, വരാതെ തന്നെ വലിയ സൈന്യത്തിൻ്റെ ശബ്ദം ദൈവം അവരെ കേൾപ്പിച്ചു. ശത്രുക്കൾ, ഇസ്രായേലിൻ്റെ ശത്രുക്കൾ അത് കേട്ട് ഭയന്നോടി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ ഗിദെയോനെ സഹായിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഏതാനും വ്യക്തികളെ വെച്ച് യുദ്ധത്തിൽ വിജയിക്കാൻ ഗിദെയോന് സാധിച്ചു. കാരണം ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിനും ഒരു കുറവും വരില്ല. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും സമർപ്പിക്കുക. ദൈവമേ, അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പ്രവൃത്തി കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ. അതിലൂടെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് കാണുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ ഭക്ഷിക്കപ്പെടുവാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇവരുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ആവശ്യമായ ഇതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. കർത്താവേ, ഇവരും ഇവരുടെ കുടുംബവും ഈ ലോകത്തിലുള്ള മറ്റ് ഞങ്ങളുടെ സഹോദരങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടുന്ന് കാണണമേ. അതിലേക്കെല്ലാം അവിടുത്തെ ശക്തി അയക്കണമേ. അങ്ങയോട് നിലവിളിക്കുന്നവരെ അങ്ങ് കൈവിടില്ല. അവർക്ക് വേണ്ടി അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കും. കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവരെന്തെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ ആ കാര്യങ്ങളിലേക്കെല്ലാം അവിടുത്തെ ശക്തി അയക്കണമേ, കൃപ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. അങ്ങേക്ക് സകലതും സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിക്കാം. പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന.